إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هدية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أصحابه البدريين والهديين والحندقيين والحنينيين وسائر الصحابة كلهم أجمعين. اللهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين الصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم وكرامة على كراماتهم. اللهم أعل درجاتهم ومقاماتهم عندك في الجنة يا ذا الجلال والإكرام. اللهم إنا نسألك خير كل عاجله وآجله ما علمناه منه وما لم نعلم وإنا نعوذ بك من شر كل عاجله وآجله ما علمناه منه وما لم نعلم. اللهم حبب إلينا الإيمان زينه في قلوبنا وقدح إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ورحمنا برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മഹല്ലെ കാരണവന്മാരെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണമായ പൊരുത്തം സമ്പാദിച്ചവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെമ്പാടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവിടുത്തെ പേരിൽ മദ്ഹുകളും മൗലിദുകളും ഖുർആൻ പാരായണങ്ങളും നിർവഹിച്ച് സന്തോഷത്തിന്റെ ലഹരിയിലാണ് എല്ലാവരും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് എല്ലാ നാടുകളിലും നബിദിനത്തെ വരവേറ്റിരുന്നത്. ഈ കൊല്ലം കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പരിധികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാ നാടുകളിലും നബിദിനം ആഘോഷിച്ചിട്ടുള്ളത്.
അൽഹംദുലില്ലാഹ് നടുവല്ലൂർ കുഞ്ഞാപ്പോയിൽ എന്ന നമ്മുടെ നാട്ടിൽ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ വളരെ വിപുലമായ രീതിയിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിവിന്റെ പരമാവധി ഗംഭീരമാക്കിക്കൊണ്ട് തന്നെ നബിദിനം കഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആവും വിധത്തിലൊക്കെ രക്ഷിതാക്കളുടെ സഹകരണത്തോടുകൂടി എല്ലാവരും പഠിച്ചെടുക്കുകയും ഒരുമിച്ച് കൂട്ടി നിർവഹിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ദൃശ്യമാകുന്ന രീതിയിൽ സംവിധാനം ചെയ്യാനാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അധ്യക്ഷകർമ്മം നിർവഹിക്കുന്ന ലത്തീഫി ഉസ്താദ് അവറുകളെ സ്വാഗതം ചെയ്യുകയാണ്. പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മഹല്ല് പ്രസിഡന്റ് ബഹുമാന്യരായ ഇൻസാർ സഖാഫി ഉസ്താദിനെയും സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്ന മഹല്ല് സെക്രട്ടറി സിദ്ദീഖ് സാഹിബിനെയും സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിലേക്ക് നല്ലവരായ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, മഹല്ല് മാനേജ്മെന്റ് പ്രതിനിധികളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ കോവിഡ് പ്രതിസന്ധിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളാണ് നാം ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റ് അഥവാ മഹല്ല് കമ്മിറ്റിയെ ഈ വിഷയത്തിൽ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലും ഇത്തരം ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് വരികയും നമ്മുടെ കുട്ടികളെ വേണ്ട രീതിയിൽ പരിഗണിക്കുകയും അവർക്ക് ആവശ്യമായ രീതിയിൽ അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നത് തന്നെ വളരെ അഭിനന്ദനമായ കാര്യങ്ങൾപ്പെട്ടതാണ്. അല്ലാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല, സമയം വളരെ വൈകിയതിനാൽ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദുമാരെ, നല്ലവരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സ്നേഹം നിധികളായ വിദ്യാർത്ഥികളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒക്കെ നിലകൊള്ളുന്നത്.
ലോകം മുഴുവനും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ കൊച്ചു നാട്, നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ഒരു വലിയ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. നടുവല്ലൂർ മഹല്ല് അസാസുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമൊക്കെ ഈ ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാവുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബീഉൽ അവ്വൽ തുടങ്ങിയത് മുതൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിന്റെ എല്ലാ പരിധികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മൗലിദുകളും അതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് പ്രകടമാക്കുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഭാഗമായാണ് നമ്മുടെ പിഞ്ചു വിദ്യാർത്ഥികളുടെ പരിപാടികൾ, പാട്ടുകളും പ്രസംഗങ്ങളും അവരുടെ അഭിരുചികൾ പുറത്തെടുക്കുന്ന രൂപത്തിലുള്ള പരിപാടികൾ നാട്ടിലും വിദേശത്തുമൊക്കെ ഉള്ള ആളുകൾക്ക് കാണാൻ, രക്ഷിതാക്കൾക്ക് അത് കണ്ട് സന്തോഷിക്കാൻ ഒരവസരം ഒരുക്കുകയാണ് ഇവിടെ. ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ പാഠമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റുള്ള എല്ലാ ഇഷ്ടജനങ്ങളെക്കാളും എന്നിലേക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ ഒരു സത്യവിശ്വാസിയാവുകയില്ല. ഈ ഒരു പാഠം നാം ഒക്കെ ഉൾക്കൊള്ളണം. നാം ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ, ആരൊക്കെ നാം പ്രിയം വെക്കുന്നുണ്ടോ, എന്നാൽ അതിലൊക്കെ ഉപരി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹൃദയാന്തരത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കിട്ടണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ഈ സ്നേഹ പ്രകടനങ്ങളും നമ്മുടെ പരിപാടികളും നല്ല സൽക്കർമ്മങ്ങളൊക്കെ ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കണം. പോരാ, നമ്മുടെ മക്കളെ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് നമുക്ക് ഇതുപോലെയുള്ള പരിപാടികളെ കൊണ്ട്, നബിദിന ആഘോഷങ്ങളെ കൊണ്ട്, മറ്റു മൗലിദുകളെ കൊണ്ടൊക്കെ നാം പ്രധാനമായും നാം ഉദ്ദേശിക്കേണ്ടത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നാമും ആ ഹബീബിന്റെ എല്ലാവിധ ശഫാഅത്തും എല്ലാവിധ സാന്നിധ്യങ്ങളും നാം ഒക്കെ ആഗ്രഹിക്കും. തീർച്ചയാണ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുൻപ് കാലങ്ങളിലൊക്കെ നമുക്ക് നബിദിനത്തിൽ ആവേശമായി നമുക്ക് മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു രൂപത്തിലേക്ക് നമ്മെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലേക്കും ആദർശത്തിലേക്കും ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തി നമുക്ക് നേതൃത്വം നൽകിയ എത്രയോ ആളുകൾ ഇന്ന് 6 അടി മണ്ണിലാണ്. ഇന്ന് അവർ നമ്മോടൊപ്പമില്ല. ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകും. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം, അവിടുത്തെ സഹായം, അവിടുത്തോട് നാം കാണിച്ച എല്ലാവിധ പ്രതിബന്ധങ്ങൾക്കും അതൊരു പ്രതിഫലം നാം ഒക്കെ ആഗ്രഹിക്കുകയും അനുഭവിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ തീർച്ചയായും അന്ന് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങളുണ്ടായിരിക്കണം. ആ ഒരു വലിയ സന്തോഷം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതിന് കാരണമായി ഇതുപോലെയുള്ള പരിപാടികൾ
നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ വന്നുപോയ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ തിരുവചനം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മഹലിൻ്റെയും നാടിൻ്റെയും ആശയവും അഭിലാഷവും പ്രതീക്ഷയുമായ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ലോക മുസ്ലിങ്ങൾ അത്യാഹ്ലാദപൂർവ്വം മുത്തുനബിയുടെ 1495 ജന്മദിനം ആഘോഷിക്കുകയാണ്. നമ്മൾ വളരെയേറെ സന്തോഷത്തിലാണെങ്കിലും കഴിഞ്ഞ കാലത്തെ പോലെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയാത്തതിൽ നാം എല്ലാവരും സങ്കടത്തിലുമാണ്. എന്നിരുന്നാലും പുണ്യ റബീഉ പിറന്നതിന് ശേഷം നമ്മുടെ മഹല്ലിലെ വീടുകളിലും പള്ളിയിലുമെല്ലാം നമുക്ക് മൗലീദും മറ്റ് കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് മഹല്ലുകളെ അപേക്ഷിച്ച് നമ്മുടെ യുവാക്കൾ, ന്യൂ ജനറേഷൻ വളരെ സജീവമായി നമ്മുടെ മഹല്ലിലെ ദീനീ കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും എല്ലാ രീതിയിലും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് നമ്മുടെ മഹല്ലിൻ്റെ ഭാഗ്യമായാണ് ഞാൻ കാണുന്നത്. കുട്ടികളുടെ ഘോഷയാത്ര അടക്കമുള്ള പരിപാടികൾ നമുക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, കൊറോണ മഹാമാരി കാരണം സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും മാനദണ്ഡങ്ങൾ പാലിച്ചേ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേരിടാതെ നമുക്ക് രക്ഷയില്ല. നമ്മുടെ അഹങ്കാരത്തിനും അധികാരത്തിനുമുള്ള ശിക്ഷയാണ് എന്ന് നമുക്ക് കരുതാം. മുത്ത് നബി മുസ്തഫ തങ്ങളുടെ ജീവിതചര്യങ്ങളും സന്ദേശങ്ങളുമൊക്കെ കുട്ടികൾ മനസ്സിലാക്കുകയും പഠിക്കുകയും മാനവ രാശിയുടെ മോചനത്തിൻ്റെ മാർഗമെന്നാണ് നബി തിരുമേനി നമുക്ക് ഇസ്ലാം മതത്തെ വിവരിച്ചു തന്നത്. നബിയുടെ സന്ദേശം ജനങ്ങളിലെത്തിച്ച് നമ്മുടെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാടിൻ്റെ മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കുകയും പിറന്ന നാട്ടിൽ ആത്മാഭിമാനത്തോടുകൂടി ജീവിച്ച് മരിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് സമുദായത്തിനും നാടിനും ഉപകാരപ്രദമായ മക്കളായി സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിച്ച് ദീനീ പ്രവർത്തകരായി വളർന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് ദുആയിരുന്നുകൊണ്ട് ഇന്നത്തെ നബിദിന പരിപാടിക്ക് മഹല്ല് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുരാഗത്തിന്റെ അലമാലകൾ തീർത്ത് അപദാന വരികൾ വരച്ചും വിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ട ആശിക്കീങ്ങളുടെ അമരക്കാരനായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളുടെയും കഅബ് ബിൻ സുഹൈർ തങ്ങളുടെയും ഇമാം ബൂസൂരി തങ്ങളുടെയും സുൽത്താനുൽ ആഷിഖീൻ റിഫായി തങ്ങളുടെയും ഇഷ്കിന്റെ സരണിയിൽ നമുക്കും സഞ്ചരിക്കാം. അസാസുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന പ്രോഗ്രാമിന് ആരംഭം കുറിക്കുന്നു. മുഹമ്മദ് തമീം ഖിറാഅത്ത് പാരായണം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. السلام عليكم ورحمة الله وبركاته. പുന്നാര നബിയുടെ പവിത്ര മീലാദാഘോഷത്തെ
മുത്തിന്റെ മധുഹൂറും സ്വരത്താൽ നബിദിന പരിപാടികൾ ആരംഭിക്കുന്നു. മുഹമ്മദ് നാജിദ് ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും. മാസറബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമുടുത്തു കുരുന്നുകൾ ആനന്ദത്തോലി, ദഫിൻ താളത്തിനൊത്ത കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. മാസറബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞത് മുത്ത് റസൂലിനെ ഒത്തെറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിന് വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ഒത്തെറിഞ്ഞൊരു കാലത്ത്, സത്യമതത്തിന് വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നിർവഹിക്കായി മാതൃക ഇവര്, നെഞ്ചിൽ സ്വർഗപ്പൂമലര്, റബ്ബ് വൈത്തിയ സ്നേഹനിലാവ്, ഹുബ്ബിലേകും തെളിനീര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. മാസറബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. മഹിളകൾക്കെന്നും മോചന നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാമനതേകിയ മാനിതര്. മഹിളകൾക്കെന്നും മോചന നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാമനതേകിയ മാനിതര്. ധ്യാനശീലർ കർമ്മധീരർ ധർമ്മപാലകരായവര്, ലളിത ജീവിതം പുൽകി ലോകം സ്വീകരിച്ചൊരു മാനിതര്. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്ത് യാ ഷഫീ അല്ലാഹ്. മാസറബീഇൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് മെഹബൂബ് മുത്ത് റസൂലിൻ പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലി, ദഫിൻ താളത്തിനൊത്ത കുസുമ പൂക്കൾ വിരിഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും. അൻസഫ് ഒരു ഗാനം. അസ്സലാമു അലൈക്കും. മക്കദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല, പുഞ്ചിരി വദനവുമായി വന്നു നിന്നൊരു പൂമുത്ത്. അജ്ഞത മുറ്റിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത്, അറിവിൽ നിധിയായി വന്നൊരു മലര്, മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. കുഞ്ഞു പിറന്നത് പെണ്ണായാൽ കുയിച്ചു മൂടും കാലത്ത്, കാരുണ്യത്തിൻ സന്ദേശവും കരുണക്കടലായി വന്നൊരു കമറ്. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് ഫിദിൻ ഷാൻ ഒരു ഗാനം. അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ ഭൂരിശക്കലാം ഖുർആൻ, അത് മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. മുത്ത് മുസ്തഫ നബിക്കിറക്കി സുബ്ഹാൻ, മാലിക്കായ റബ്ബ് തന്നതാണ് ഖുർആൻ, ആണ് ഖുർആൻ. അല്ലാഹുവിന്റെ ഭൂരിശക്കലാം ഖുർആൻ, അത് മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. മുത്ത് മുസ്തഫ നബിക്കിറക്കി സുബ്ഹാൻ, മാലിക്കായ റബ്ബ് തന്നതാണ് ഖുർആൻ, ആണ് ഖുർആൻ. അസ്സലാമു അലൈക്കും.
അടുത്തതായി മുഹമ്മദ് യാസീൻ ഒരു ഗാനം. അസ്സലാമു അലൈക്കും. ആകാശത്തിലെ അമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂടത്തിലെ താമരയോ റസൂലുള്ളാഹ് വൈദൂരക്കുന്നിലെ മുഞ്ചരിയോ ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ. ആകാശത്തിലെ അമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ളാഹ് വൈദൂരക്കുന്നിലെ മുഞ്ചരിയോ ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ. പാൽക്കടലിലെ മുത്തുകളാണോ. അസ്സലാമു അലൈക്കും. അടുത്തതായി അൻസഫ് ഒരു പ്രസംഗം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഈ വർഷത്തെ നബിദിനാഘോഷം വല്ലാത്തൊരു സാഹചര്യത്തിലായിപ്പോയി. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. കൊറോണ എന്ന പേരുള്ള ഒരു കൊച്ചു വൈറസ് നമ്മളെല്ലാവരും പേടിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് തന്നെ പള്ളിയിലോ മദർസയിലോ സ്കൂളിലോ ഒത്തുചേരാൻ കഴിയാത്ത വല്ലാത്തൊരു വിഷമത്തിലാണ്. അല്ലാഹുവിന്റെ പരീക്ഷണം ഓരോന്നായി ഇറങ്ങിക്കഴിഞ്ഞു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുത്ത് റസൂലിന്റെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിച്ചും 5 നേരത്തെ നിസ്കാരം നിലനിർത്തിയും സൽക്കർമ്മങ്ങൾ ചെയ്തു മുമ്പോട്ട് ജീവിക്കുക. തവക്കൽതു അലല്ലാഹ്, ബാക്കിയല്ല അല്ലാഹുവിന്റെ അടുത്താണ്. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് സുഫിയാൻ ഒരു പ്രസംഗം. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് പറഞ്ഞ് ഞാനും ബർക്കത്തെടുക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മുത്തുനബി ജനിച്ചത് എവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മക്കയിലാണ്. വഫാത്തായത് മദീനയിലും. നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ളയും നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീബിയുമാണ്. ഇതെല്ലാം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം ഇവിടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് അസ്ലഹ് ഒരു പാട്ട് പാടുന്നു. അസ്സലാമു അലൈക്കും. അറിയണം ഹബീബരെ, അവരാണ് സ്നേഹ റസൂലരെ. അറിയണം മദീനയെ, അതിലാണ് സ്നേഹ നിലാവരെ. അഞ്ചിതമുഞ്ചതിലെ ജനമെഴുതിയ അഴക് നിറഞ്ഞ താജരെ യാ റസൂലല്ലാഹ്. അറിയണം ഹബീബരെ, അവരാണ് സ്നേഹ റസൂലരെ. അറിയണം മദീനയെ, അതിലാണ് സ്നേഹ നിലാവരെ. അഞ്ചിതമുഞ്ചതിലെ ജനമെഴുതിയ അഴക് നിറഞ്ഞ താജരെ യാ റസൂലല്ലാഹ്. മീമിൽ തിളങ്ങിയ മുത്തൊളി മുബശ്ശിറൻ നബി ബദ്റൊളി. മുഹബ്ബത്തേകിയ ശംസൊളി. ചന്തമിലങ്ങണ ശോഭ പരക്കണ പകരമില്ല ബജോളി. യാ ഹബീബല്ലാഹ്. അറിയണം ഹബീബരെ, അവരാണ് സ്നേഹ റസൂലരെ. അറിയണം മദീനയെ, അതിലാണ് സ്നേഹ നിലാവരെ. യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്തതായി ഹാമിദ് ഫർഹാൻ ഒരു ഗാനം ആലപിക്കുന്നു.
ഇസ്ലാംകാരം അഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കരിമ ഷഹാദത്ത് ഒന്നാണ്, നിസ്കാരം അത് രണ്ടാണ്. ഇസ്ലാംകാരൻ മൂന്നാമത്തത്, മുതലിനടുത്തത് കാത്താണ്. മതിനാലാണ്, അഞ്ചാമത്തെ അഞ്ചാണ്. അഞ്ചിന് വൈത്തിന് ഷർത്താണ്. അസ്സലാമു അലൈക്കും. അടുത്തതായി ആമിർ ഹുസൈൻ ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളിച്ചേലാണ്. സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭോളി തെളിവാണ്. സ്വർഗത്തിൻ രാജാവ് സുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളിച്ചേലാണ്. സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭോളി തെളിവാണ്. സ്വർണ്ണ കിരീടമാണിഞ്ഞ റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജർ ഹബീബുല്ലാഹ്. സ്വർണ്ണ കിരീടമാണിഞ്ഞ റസൂലുള്ളാഹ്, സുബ്ഹാന്റെ സുവനത്തിൽ താജർ ഹബീബുല്ലാഹ്. വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചാമയുന്നു, മധുവും ഉയരുന്നു. വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചാമയുന്നു, മധുവും ഉയരുന്നു. നബിയേ നബിയേ നൂറേ ഓ താജേ. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളിച്ചേലാണ്. സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭോളി തെളിവാണ്. സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ, ആരും പുകഴ്ത്തുന്ന പുന്നാരപ്പൂവല്ലേ. സ്വർണ്ണത്തിൻ കിളികൾ വാഴ്ത്തും നബിയല്ലേ, ആരും പുകഴ്ത്തുന്ന പുന്നാരപ്പൂവല്ലേ. സ്വർഗത്തിൻ കല്യാണം, ചേലത്തൊരു കല്യാണം, ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം. സ്വർഗത്തിൻ കല്യാണം, ചേലത്തൊരു കല്യാണം, ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം. നബിയേ നബിയേ നൂറേ ഓ താജേ. പിരിശേറുന്നൊരു നബിയാണ്, പത്തരമാറ്റൊളിച്ചേലാണ്. സുന്ദരവദനം പൂവാണ്, അഞ്ചിൻ പ്രഭോളി തെളിവാണ്. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് തമീം ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൻ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ, ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാർ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ, ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാർ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ, നേരിൽ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ.
ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിതമിലവരണയും അക്കമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും. ചുടുമണലിൽ വിലപിച്ചു ഹബീബരെ സവിതമിലവരണയും അക്കമുണരും അനുഭൂതി നുകർന്ന് റസൂലരെ അവരറിയും. സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയവൻ മുകില സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിനഴൂതിയ രാസ്വഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയൊരുക്കിയവൻ മുകില സൽമൊഴി മുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിനഴൂതിയ രാസ്വഹബ്. അനുപമതാര സമാനം സാത്വികരേ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൽ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയോ രംബുകളെ ദേഹിയാലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർ ധീര ഷഹീദുകളെ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയോ രംബുകളെ ദേഹിയാലിഞ്ഞൊരി ദേഹം വെടിഞ്ഞിവർ ധീര ഷഹീദുകളെ. ബദറുഹദിൻ ശരമാരിയിലവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബരെ കവിതമിടുന്നവരെ. ബദറുഹദിൻ ശരമാരിയിലവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലേകി ഹബീബരെ കവചമിടുന്നവരെ. നാഴിക താണ്ടി നാഥനു വേണ്ടിയവർ നിറവേറ്റിയ നന്മകള് നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവര്. നാഴിക താണ്ടി നാഥനു വേണ്ടിയവർ നിറവേറ്റിയ നന്മകള് നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്നു മറഞ്ഞവരുണ്ടവര്. അതിശയരാം സ്വഹബാക്കൾ സാത്വികരേ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൽ തെളിദീപം തെളിയിച്ചവരിൽ ചൊരിയുന്നു സലാമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മുഹമ്മദ് നാജിദ് ഒരു പ്രസംഗം. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവും ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ്. അവനെ അല്ലാഹു പുറത്താക്കി. മഹാനായ ആദം അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. അതായിരുന്നു കാരണം. ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അതായത് അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവൻ്റെ സ്ഥാനം നഷ്ടമാക്കുമെന്നതാണ് അത്. മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മുതിർന്നവർ തുടങ്ങിയ പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. അത്തരക്കാരായി നാം ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തി എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി മൗലിദ് പാരായണം. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي
والسلام على الرسول الشفيع المبتغي والحبيب العربي أنت أم النمه ما رأينا فيما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي أنت منجينا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي تقبت على العطاء غير أسر وأذى لك أشكو فيا سيدي غير النبي الصلاة على النبي لا إله إلا الله لا إله إلا الله محمد رسول الله إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي غير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي الشفاعة لنا في القيامة مشفقا واغلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي الصلاة على النبي كل وقت دائما لا نجم في سماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي. السلام عليكم. അടുത്തതായി അജ്സൽ ആൻഡ് സിനാൻ സംഘഗാനം. അസ്സലാമു അലൈക്കും. പ്രിയ ഹബീബര പാദം പതിഞ്ഞൊരു പതിമണൽ മേട്ടിൽ ഒന്നണയാൻ പ്രണയമയുഗണ പുരി മധുമദിനയിൽ പതുകനി വനുമതിലൊന്നണയാൻ അവിടേക്കായൊന്നണയാൻ മധുഹിലയുതി മനസ്സിലൊരുതി മഹബത്തിൻ അലയൊലിയായി ഒളിത്തെളി അഴകിലങ്കും മതി അജപൊളിയും മുത്ത് റസൂലവര് ദിനം ദിനം അഹദിലായി വരം ഇരന്നിടുന്നു മദത് നീയേകിടുമോ മുത്തിൻ മണിയറ കരിയിലായി മുത്തം വെച്ച് കാരണന്റെ മോഹമെന്നാവുകയാ സത്യമതത്തിന്റെ തെളിദീപം സുഗന്ധപ്പൂ പരിമളം സരസിതവനിയുധം സത്യമതത്തിന്റെ തെളിദീപം സുഗന്ധപ്പൂ പരിമളം സരസിതവനിയ വിധം എന്തിനാദ കണ്ണുകൾ കണ്ടതില്ല അയകിനെ അവിടെ അവിടെ മാമരുഭൂമിയിൽ കണ്ടവർ ത്വാഹാവവർ കൈജയിലെന്ന പൂവനം കാണിക്കയാവും സൽവനം പരിപ്പറക്കും പറവകളെല്ലാം ഓതിയോ ഓതിയോ ഇഷ്കിൻ വരികൾ ഇശലിലയമിൽ ഇവനും മൂളുന്നിതാ മുമ്പരമ്പിയ മുത്ത
മുത്തു നബിതൻ സവിതമണഞ്ഞിടുമോ ഒളിത്തെളി അയകിലങ്കും മതി അജബുകൾ മുത്ത് റസൂലവര് ദിനം ദിനം അഹദിലായി വരം ഇരന്നിടുന്നു മദത് നീകിടുമോ മുത്തിൻ മണിയറ കരിയിലെ മുത്തം വെച്ച് കരഞ്ഞെന്റെ മോഹമെന്നാവുകയാ സത്യമതത്തിന്റെ തെളി ദൈവം സുഗന്ധപ്പും പരിമളം സരസിതമണിയ വിടം മുത്തിൻ മണിയറ കരിയിലെ മുത്തം വെച്ച് കരഞ്ഞെന്റെ മോഹമെന്നാവുകയാ സത്യമതത്തിന്റെ തെളി ദൈവം സുഗന്ധപ്പും പരിമളം സരസിതമണിയ വിടം. അസ്സലാമു അലൈക്കും. അടുത്തതായി നിഹാൽ റഹ്മാൻ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിൽ എല്ലാ സുഖവും അനുഭവിച്ചു കഴിഞ്ഞ ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ്. ഇബ്ലീസിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മഹാനായ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തത് മാത്രമല്ല, അള്ളാഹുവിനെ അവൻ ധിക്കരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വളരെയേറെ പാഠമുണ്ട്. നമ്മളെല്ലാവരും, അതായത് അനുസരണം ഏറ്റവും ആവശ്യമാണ്. അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും അവന് എന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി അനസ് ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദര കനിമരം ത്വാഹ റസൂലേ ആസ്വരം വരും വരം ഐറാം സബീലേ ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംഘും ജമാലേ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭമയം കിരണം പ്രപഞ്ച നിദാനം പ്രഭുവേ പ്രചോദനം നിദാനം പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം ആദര കനിമലം ത്വാഹ റസൂലേ ആസ്വരം വരും വരം ഐറാം റബീഏ ആലമിൽ അനുഗ്രഹം നൂറി കമാലി അലമുൽ ഹുദാനിധി ലംഘും പ്രഭാവ് പാരിതിൽ പിലിശി രംഗി മദീന പാലകൻ പ്രിയമിൽ തന്ന നബീന പാലൊളി വിതരും മുത്തേ ഹബീബേ പാവന തീരം എന്റെ നസീബേ പാലൊളി വിതറും മുത്തേ ഹബീബേ പാവന തീരം എന്റെ നസീബേ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം പ്രഭാമയം കിരണം പ്രപഞ്ച നിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം. അസ്സലാമു അലൈക്കും. അടുത്തതായി റിസ്വാൻ ഖിറാഅത്ത്. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك وطهر والرجز فاهجر لا تمنن تستكثر ولربك فاصبر فإذا نكر في الناقور فذلك يومئذ يوم عسير
على الكافرين غير يسير ذرني ومن خلقت وحيدا وجعلت له مالا ممدودا وبنين شهودا ومهدت له تمهيدا ثم يطمع أن أزيد كلا إنه كان لآياتنا عنيدا سأريكه سعودا إنه فكر وقدر. السلام عليكم. അടുത്തതായി ആമിർ ഹുസൈൻ ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹൻ ഏകനായെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടിയ മക്കത്തൂദിത്ത ഹബീബുള്ളാഹ് മംഗകൾ കുത്തമി ആമിന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ് ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹൻ ഏകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ് ഒരു നാളിൽ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സ്വർഗുഹയിൽ പ്രവേശിച്ച് സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടനാകുന്നു. മൂർഖം പാമ്പ് നൂടൻ കാലിൽ കാടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖോരെ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമുനെ പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹൻ ഏകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ്. അസ്സലാമു അലൈക്കും. അടുത്തതായി മുഹമ്മദ് സവാദ് പ്രസംഗിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വിധിയേകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പ്രിയരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിക്കുമ്പോൾ ഈ ലോകം ഇരുണ്ട യുഗമായിരുന്നു. ആകെ അനീതിയും അക്രമവും നിറഞ്ഞൊരു ലോകമായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നീളം നമ്മുടെ വെളിച്ചം വിതറി
ലോകത്ത് സമാധാനവും ശാന്തിയും നിറച്ച് മനുഷ്യർക്ക് നീതിയും സ്നേഹവും നൽകി നമ്മുടെ ജീവിതവും ഇത്തരത്തിൽ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ജീവിതമായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗത്തിൽ നിന്ന് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സിനാൻ റഷീദ് ഖിറാഅത്ത് പാരായണം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അദീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا خلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقهم سبعا شدادا وجعلنا السراج وهاجا وأنزلنا من المعصرات ماء ثجاجا. السلام عليكم. അടുത്തതായി അജ്സൽ ഒരു ഗാനം ആലപിക്കുന്നു. അസ്സലാമു അലൈക്കും. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരെ തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പുലിവാ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാ. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരെ തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാ. സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവാ. ഈന്തപ്പനായോല ചോടെ ഹബീബരെ ചോരെ തവാരിരുന്നു. ജീവിതം ആനബിയോരെയും നൽകി കരം പിടിച്ച് നടന്നു. ഈന്തപ്പനായോല ചോടെ ഹബീബരെ ഓരെ തവാരിരുന്നു. ജീവിതം ആനബിയോരെയും നൽകി കരം പിടിച്ച് നടന്നു. ചുടുമണലിൽ വിലപിച്ച് ഹബീബര സവിധമിലവരണയും അകമുണരും അനുമൂനി നുകർന്ന് റസൂലരയവരണയും. ചുടുമണലിൽ വിലപിച്ച് ഹബീബര സവിധമിലവരണയും അകമുണരും അനുമൂനി നുകർന്ന് റസൂലരയവരണയും. സത്യവിളക്ക് മരത്തണലോലം സുഫയിലൊത്തിയ വെൺമുകില് സൽവൈകുത്തുകൾ കോർത്തു ഹദീസുകൾ നെഞ്ചിലെഴുത്തിയ രസഹബ്. സത്യവിളക്ക് മരത്തണലോലം സുഫയിലൊത്തിയ വെൺമുകില് സൽവൈമുർത്തുകൾ കോർത്തു ഹദീസുകൾ നെഞ്ചിലെഴുത്തിയ രസഹബ്. അനുപമതരമാനിസര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരെ തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമ. ഏറിയ നന്മകൾ ഏറ്റിയ കൽബിലും കേറിയോരമ്പുകളെ ദേഹിയാലഞ്ഞിവ ദേഹം വെടിഞ്ഞവ ധീര ഷഹീദകളെ. ഏറിയ നന്മകൾ
ദേഹിയലഞ്ഞ ദേഹം വെടിഞ്ഞ ഷഹീദാക്കളെ ബദറുഹുദി ശരമാലീരവരുതിയ ശുഭകഥകളിലെ ബദറുഹുദി തണലേകി ഹബീബര കവിജമിടുന്നവര് ബദറുഹുദി ശരമാലീരവരുതിയ ശുഭകഥകളിലെ ബദറുഹുദി തണലേകി ഹബീബര കവിജമിടുന്നവര് നായിക നാണ്ടി നാഥനു വേണ്ടി നിറവേറ്റിയ നന്മകള് നായിക നാടി നാഥന് വേണ്ടി അവർ നിറവേറ്റിയ നന്മകള് നൈതിക മൂവി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവര് നായിക നാടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള് നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവര് അതിശേരാൻ സ്വഹബാക്കൾ സാധ്യതര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരി തെളിദീപം തെളിയിച്ചവര് ചൊരിയുന്നു സലാം സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാമ്പുലിവാ സൂര്യനുദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാമ്പുലിവാ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ നേരി തെളിദീപം തെളിയിച്ചവർ ചൊരിയുന്നു സലാമാ. അസ്സലാമു അലൈക്കും. അടുത്തതായി മിഷാൽ മുഹമ്മദ് ഗാനം ആലപിക്കുന്നു. ഗുണമണിയായ റസൂലുള്ളാഹ് തണി പകരം ഗുരുനൂറുള്ളാഹ് ഇഗപര നബി ഹബീബുള്ളാഹ് ഇറയോന്റെ കനിയേ സല്ലല്ലാഹ് മദിമക്കത്തുദിത്തുള്ള ബദറല്ലേ പരിശുദ്ധ കതിരൊളി ബദറല്ലേ പരിമള സുഗന്ധ പൂങ്കാവല്ലേ പെരിയോന്റെ കുതുസില മയിലല്ലേ മർഹബ യാ നൂർ ഹൈനി മർഹബ യാ ജദൽ ഹുസൈനി മർഹബ മർഹബ നൂർ മുഹമ്മദ് മർഹബ 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 നൂർ മുഹമ്മദ് മർഹബ 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 മഹ്ശറയിൽ തണിയായോരേ നുബുവത്ത് പെരിത്തുള്ള നബിയോരേ ഫഹ്ലത്തും ഫസായത്തും മികച്ചോരേ സഫാത്ത് കനിയും ബസോലോരേ. അസ്സലാമു അലൈക്കും. അടുത്തതായി ഫാസിൽ ഖിറാഅത്ത് പാരായണം. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മാ യതസാഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبيننا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا. السلام عليكم. അടുത്തതായി മുഹമ്മദ് തമീം പ്രസംഗിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് കഴിഞ്ഞാൽ രണ്ടാമതായുള്ള കടപ്പാട് ഉമ്മയോടും ഉപ്പയോടുമാണ്. അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് നന്മയും ചെയ്യുക. ഇരുലോക വിജയത്തിന് ഇഹലോകത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കി മാതാപിതാക്കൾക്ക് നൽകേണ്ട അർഹമായ പരിഗണന സ്വന്തം ഭാഷയിൽ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആയതിനാൽ മാതാപിതാക്കളോട് ചെയ്യേണ്ട സ്നേഹവും കാരുണ്യവും ബഹുമാനവും എല്ലാം ഖുർആൻ പലയിടങ്ങളിലായി വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ പ്രിയ സുഹൃത്തെ, മാതാപിതാക്കളാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത്. ആയതിനാൽ അവരെ ആദരവോടുകൂടി മാത്രമേ നാം കാണാവൂ. ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കൾക്ക് എതിര് ചെയ്യുന്നിടത്തേക്കാണ് നമ്മുടെ ഈ ലോകം എത്തിപ്പെട്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇത്തരക്കാർക്ക് വേണ്ടി ഒരു തിരുവചനം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ ശ്രമിക്കുകയാണ്. മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ കുറ്റമാണ്. ഇത് ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഠിനമായി നിരോധിച്ച ഒരു കുറ്റം. ആയതിനാൽ നബിദിനാഘോഷം ആഘോഷിക്കുന്നവരോടും എൻ്റെ വാക്ക് ശ്രവിക്കുന്നവരോടും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരുനബി വചനം ഖുർആനിന്റെ വാക്കുകളും അനുസരിച്ച് അത് പഠിച്ച് ജീവിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ ബൈത്ത് പാരായണം. അസ്സലാമു അലൈക്കും. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വഹല്ലിൽ ഖുബത്തിൽ ഹളറയിൽ ഖുബത്തി സയ്യിദുൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വഹല്ലിൽ മൗലിദിൽ ഖുർറത്തുൽ ഐനൈനി അജ്റഫിൽ ഖൽഖില്ലാഹ് അഹ്മദ് ത്വഹ റസൂലില്ലാഹ്. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. മൽജമ മുർതബൻ അസ്താഖി ഹിബ്ബസകലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ത്വഹ യാസീൻ വഹമിൻ നബിയുന കുൻസുൽ ആരിബീന അമിയബ മൗല സ്വാലിഹീന. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വസല്ലിം അലൈഹി യാ റബ്ബന അസ്ക സ്വലാത്തില്ലാഹ് അഹ്മദു യാ അല്ലാഹ്. ആരംഭ പൂവായ മുത്ത് നബിയോടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ഹുബ്ബൻ വശൗഖൻ യാ റഹ്മത്തൽ ആലമീൻ.
خير رسل الله عليك يا إيمان صلى الله ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ തിനാനാ റബ്ബന ഇലൈയ റബ്ബന ആതീനാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ തിനാനാ റബ്ബന ഇലൈയ റബ്ബന ആതീനാ ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ زد لنا ربنا إليه يا ربنا آتينا ആരംഭപ്പൂവായ മുത്ത് നബിയോട് ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. അടുത്തതായി മുഹമ്മദ് തമീം ഒരു അറബി ഗാനം. السلام عليكم ورحمة الله وبركاته. يا صاحي شمر دوما في العلو شانا يا حبي سعيك سوي للهنود بانا شامخا وسائلا في الفلاح شانا شامخا وسائلا في الفلاح صانا راجعا راعبا في صلاة بينا إن الهمية فيها هي الدوام فينا إن جنايا ويرا شات في منحانا إن جنايا ويرا شات في منحانا الله لدى تحمينا الله من حق تنجينا الله لدى تحمينا الله من حق تنجينا الله لدى تحمينا الله من حق تنجينا يا صاحي شمر دوما في العلو شانا يا حبي سعيك سوي للهنود بانا سويتا يشهر في الفهر كان خدما لكنت سويتا يشهر في الفهر كان خدما لكنت طوبى طوبى لأم هوانا نحن بدا طوبى طوبى لأم هوانا نحن بدا يا صاحي شمر دوما في العلو شانا يا حبي سعيك سوي للهنود بانا. السلام عليكم. അടുത്തതായി ഷമ്മാസ് ആൻഡ് തമീം സംഘഗാനം. അസ്സലാമു അലൈക്കും. റൂഹിന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അടയും അന്നെന്റെ കണ്ണുകൾ തളരും എന്റെ കൈകൾ ഇടറും എന്റെ മൊഴികൾ തേന്മലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാലോ യാ റസൂലേ യാ ഹബീബേ റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ ഇരുളാർന്ന കബറിൽ ഞാനണയും
കൊതിക്കുന്ന വചനം എന്നുടെ കാതിൽ ചൊല്ലിടാമോ? അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ? ആരും കേൾക്കാൻ കൊതിച്ചുള്ളൊരു വചനം എന്നുടെ കാതിൽ ചൊല്ലിടാമോ? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്? അങ്ങല്ലാതാരാണ് എന്നിൽ തണലായി ആരാണ്? റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ? മൗതന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ? അസ്സലാമു എന്ന് കേൾക്കുമ്പോൾ കാതു കൂർമ്മിച്ചിരിക്കുന്ന എന്റെ കൂട്ടുകാരെ, എന്റെ വക ഞാൻ ഇന്നൊരു കഥ പറയാം. ക്ഷണക്കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെച്ചാലും ആർത്തി കാണിക്കേണ്ട. സാബിമാരും ഒരു സദസ്സിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നു. രസകരമായിരുന്നു അവരുടെ പരാതി. അവർ പറഞ്ഞു, കഴിച്ചിട്ടും ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. നബി അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത്? ാണോ അല്ലെ കൂട്ടമായിട്ടാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്കിരുന്നാണ്. അത് തന്നെയാണ് പ്രശ്നം. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ കൂടിയിരുന്ന് തിന്നു നോക്കൂ, വയറ് നിറയും, വിശപ്പ് മാറും. മാത്രം പോരാ, ബിസ്മിയും ചൊല്ലണം, എന്നാൽ ബർക്കത്തുണ്ടാവും. ആശ്വാസമായി. പിന്നെ എന്നും അവർ അങ്ങനെയായി. നാമും ഇങ്ങനെ തന്നെയല്ലേ? പാടില്ല. ിരുന്ന് ബിസ്മി ചൊല്ലി കഴിക്കണം, അതിനാണ് ബർക്കത്ത്. എന്റെ കൊച്ചു കഥ ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൻത തത്ലഹു ഐനനാ ഫിൽ കിബാകി കൽബുദു വൽവ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തഈ വൽ ഹബീബിൽ ആറമി. അൻത തത്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അശ്ശഫീഉൽ അബ്തഈ വൽ ഹബീബിൽ ആറമി. അൻത ഉമ്മുൻ അം അബൂ
അങ്ങോടല്ലാതിന്നൊരു ആശയം ഈ കൽബിൽ ഇല്ല ഹബീബേ, അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബേ, അങ്ങോടല്ല ഇന്നൊരു ആശയം ഈ കൽബിൽ, ഇന്നൊരു ആശയം ഈ കൽബിൽ. മനമൊരുകാറുണ്ട്, മീനനയാറുണ്ട്, മദ്ഹ് എഴുതാറുണ്ട്, ആശ പെരുത്തുണ്ട്. ഇല്ല ഹബീബേ, അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബേ, അങ്ങോടല്ലാതിന്നൊരു ആശയം ഈ കൽബിൽ, ഇന്നൊരു ആശയം ഈ കൽബിൽ. മുത്ത് നടന്ന വഴിയിൽ മുത്ത് പെറുക്കാനായി, മുത്തിമണത്ത മുണ്ടും സഹബറിൽ അണിയായി ചേർന്നില്ല. മദകുകളേറെ പാടി മദിനബിയോരെ വാഴ്ത്തി, കൂടപ്പാടൻ ഹസ്സാനവരുടെ സവിധവും ഞാനില്ല. മനമൊരുകാറുണ്ട്, മീനനയാറുണ്ട്, മദ്ഹ് എഴുതാറുണ്ട്, ആശ പെരുത്തുണ്ട്. ഇല്ല ഹബീബേ, അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബേ, അങ്ങോടല്ലാതിന്നൊരു ആശയം ഈ കൽബിൽ, ഇന്നൊരു ആശയം ഈ കൽബിൽ. മനമൊരുകാറുണ്ട്, മീനനയാറുണ്ട്, മദ്ഹ് എഴുതാറുണ്ട്, ആശ പെരുത്തുണ്ട്. ഇല്ല ഹബീബേ, അങ്ങോടല്ല തിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബേ, അങ്ങോടല്ല തിന്നൊരു ആശയം ഈ കൽബിൽ, ഇന്നൊരു ആശയം ഈ കൽബിൽ. മുത്ത് നടന്ന വഴിയിൽ മുത്ത് പെറുക്കാനായി, മുത്തിമണത്ത മുണ്ടും സഹബറിൽ അണിയായി ചേർന്നില്ല. മദകുകളേറെ പാടി മദിനബിയോരെ വാഴ്ത്തി, കൂടപ്പാടാൻ ഹസ്സാനവരുടെ സവിധവും ഞാനില്ല. മനമൊരുകാറുണ്ട്, മീനനയാറുണ്ട്, മദ്ഹ് എഴുതാറുണ്ട്, ആശ പെരുത്തുണ്ട്. ഇല്ല ഹബീബേ, അങ്ങോടല്ലാതിന്നൊരു പ്രണയം ഈ വിണ്ണിൽ ഇല്ല നസീബേ, അങ്ങോടല്ല തിന്നൊരു ആശയം ഈ കൽബിൽ, ഇന്നൊരു ആശയം ഈ കൽബിൽ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് നിദ. ഞാൻ പാട്ട് പാടും നബീൻ്റെ. പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്താ? മുത്തു മുഹമ്മദ് സല്ലല്ല അമന്ന റസൂലില്ല. നബിയോടൊപ്പം അബ്ദുല്ല, നബിയുടെ ഉമ്മ ആമിന ബീബി, നബിയുടെ നിറം മക്കത്ത്, നബിയുടെ അഫാദ് ഡിവരി. അവൻ നബി റസൂലില്ല, നബി ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിത്തുള്ളായ മാടി വജിയേ ലവോട് വപ്പിന്നാസ് മക്കന്നാസ് ഇലായിന്നാസ് വിത്തരിൽ വസ്വാസിൽ അന്നാസ് الذين تفيد في جلود الناس
അവസാനമായി യാ അക്രമ ബൈത്ത് ആലാപനം. يا أقرب الخلق لمن ألوذ به سواك إن ظهور الحديث الأمام ولن يضيق رسول الله جاهك بإذا الكريم تهلى باسم منتكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم يا نفسي لا تقنطي من زلة أعظم إن الكبائر بالغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إلا رحمة ربي حين يقسمها تقضي على حسب النسيان في القسم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منحرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في الدارين إن له صبرا متى تدعو الأهوال ينهزم وصل وسلم دائما أبدا على حبيبك خير الخلق كلهم آله وصحبه ثم التابعين لهم أهل التقى والنقى والحلم والكرم مرنات أدبات البنين سبا وأطرب الإساد الاسم النعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم سعيد زبير طلحة وأبي عبيدة وابن عوف الأشير الكرم ربي بالمصطفى مقاصدا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അൽഹംദുലില്ലാഹ്. നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പരിപാടികളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് നടത്താൻ സാധിച്ചു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് അവിടുത്തെ ശഫാഅത്തിന് ഒക്കെ കാരണമാകുന്ന സൽക്കർമ്മമായി അല്ലാഹു തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. അവസാനമായി എത്രയോ ആളുകൾക്ക് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പരിപാടികളിലേക്ക് സാമ്പത്തികമായി സഹായിച്ച ആളുകൾ, അതുപോലെ നമ്മുടെ നാട്ടിലെ എത്രയോ കാരണവന്മാർ, സുഖമില്ലാതെ വീടുകളിൽ കഴിയുന്നവർ, അതുപോലെ വിദേശത്തുള്ള നമ്മുടെ എത്രയോ പ്രവാസികളായ സുഹൃത്തുക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എത്രയോ ആളുകളുണ്ട്. അതിലൊക്കെ ഉപരി ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കാത്ത എത്രയോ നമ്മുടെ മുൻപ് നടന്ന വ്യക്തിത്വങ്ങൾ, നമ്മുടെ പള്ളിക്ക് വേണ്ടി സ്ഥലം നൽകിയ
ആളുകൾ, മദ്രസക്ക് വേണ്ടി സ്ഥലം നൽകിയവർ, പള്ളിയുടെയും മദ്രസകളുടെയും ഒക്കെ നിർമ്മാണത്തിന് സഹായിച്ചവർ, നമ്മുടെ നാട്ടിലെ ദീനീ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച അന്നു മുതൽ ഇന്ന് വരെ ഇത് പരിപാലിച്ച്, ഇതിനെ സംരക്ഷിച്ച്, ഇതിന് നേതൃത്വം നൽകി നമുക്ക് എല്ലാവിധ മാതൃകകളും കാണിച്ചു തന്ന എത്രയോ മുഅ്മിനീങ്ങൾ, ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ ഇന്ന് തീരുകയില്ല. മുഴുവൻ ആളുകളുടെയും പേരും ഇപ്പോഴത്തെ അവസ്ഥയും അല്ലാഹു തആല അറിയുന്നവനാണ്. യജമാനനായ അല്ലാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിന്റെ ഒക്കെ വലിയ പ്രതിഫലം അവരിലേക്ക് നീ ഈ സമയം തന്നെ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم أوصل وبلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول أولا منا إلى حضرة نبينا وحبيبنا وشفيعنا المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين وأهل الخير كلهم أجمعين، خصوصا منهم إلى حضرات ساداتنا البدريين رضي الله عنهم، وإلى حضرات جميع الصحابة والصحابية والقرابة والتابعين وتابع التابعين إلى يوم الدين، وإلى حضرات جميع أهل الخير كلهم يا رب العالمين. اللهم أعل درجاتهم ومقاماتهم عندك يا رب العالمين. ربنا بحقهم وبفضلهم أفض علينا وعلى آبائنا وأمهاتنا وعلى أساتذتنا وعلى إخوتنا وأخواتنا وعلى أزواجنا وأولادنا وعلى أحبابنا وعلى جميع أمورنا ومعاملاتنا من فيضات هؤلاء الساداتنا المذكورين. اللهم أمدنا وإياهم بمددهم واحمنا وإياهم بحمايتهم وربنا وإياهم بتربيتهم واحفظنا وإياهم بحفظهم يا ذا الجلال والإكرام. اللهم ربنا بحقهم اجعلنا وإياهم من ورثة جناتك النعيم واجعلنا وإياهم من عبادك الصالحين. അർഹമർവാഹിമായ അൽ മലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ, പടച്ചറബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, അല്ലാഹുവേ, ഞങ്ങളോട് പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഞങ്ങളുടെ നാട്ടിലെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി അകവഴിഞ്ഞ് സഹായിക്കുന്ന, സഹകരിക്കുന്ന, മുഴുവൻ വിഷയത്തിലും ഇടപെടുന്ന എത്രയോ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവേ, നാട്ടിലും വിദേശത്തുമുള്ള എത്രയോ ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഞങ്ങളെ മുഴുവനും റബ്ബേ നീ പൊരുത്തപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ നിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട യഥാർത്ഥ അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളൊക്കെ ജീവിതത്തിൽ നീ വലിയ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതകാലത്തൊക്കെ സംഭവിച്ചു പോയ സർവ്വ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാഹ്. വരും കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദുനിയവിയായ എത്രയോ ആവശ്യങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്. ഞങ്ങളെല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ എത്രയോ കാരണവന്മാർ, എത്രയോ ഉമ്മമാർ, സഹോദരിമാർ സുഖമില്ലാതെ വീടുകളിലുണ്ട്. അവരൊക്കെ രോഗങ്ങൾക്ക് നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ആഫിയത്തും ആരോഗ്യവും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ചെറുപ്പക്കാർ എത്രയോ ആളുകൾ വിദേശത്താണ്, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ അനുയോജ്യമായ ജോലി നീ നൽകണേ അല്ലാഹ്. അവർക്കൊക്കെയുള്ള ജോലിയിൽ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങൾക്കും ആർക്കും നീ നൽകല്ല അല്ലാഹ്. പടച്ചറബേ, എത്രയോ വിവാഹപ്രായമെത്തിയ സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹുവേ, അവർക്ക് അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവർ, ഇപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ പലവിധ ഉദ്ദേശങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. സർവർക്കും നീ ഖൈറായ പരിഹാരങ്ങൾ നീ നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ, ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഞങ്ങളെ മുൻഗാമികളായ ഞങ്ങളെ നാട്ടുകാരായ എത്രയോ ആളുകൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ, ഇതുപോലുള്ള പരിപാടികളിൽ വളരെ സജീവമായി മുന്നിൽ നിന്നവർ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, ഞങ്ങളെ ഈ രൂപത്തിലേക്ക് കൈപിടിച്ചുയർത്തിയവർ, അല്ലാഹുവേ, വന്യരായ എന്റെ ഉപ്പയടക്കം പല ആളുകളും ഇന്ന് ഖബറിലാണ്. അവർക്കൊക്കെ നീ വലിയ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹു, എനിക്ക് ഖബർ നീ വിശാലമാക്കണേ അല്ലാ, നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഒരുവിധ അദാബും പ്രയാസവും വിഷവും അവർക്ക് നീ നൽകല്ല അല്ലാ. പടച്ചറബേ, അവരെയും ഞങ്ങളെയും നാളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവസാനം നിന്റെ സ്വർഗ്ഗത്തിൽ ഹബീബായ മുത്തുനബി തങ്ങളെ കാണുന്ന രൂപത്തിൽ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളൊക്കെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. പടച്ചറബേ, ഞങ്ങളെ എല്ലാ വിഷയവും നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി